ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് സിറിയൻ സാഹിത്യകാരനായിട്ടുള്ള നിസാർ ഖുബാനി എന്ന് പറയുന്ന പ്രശസ്ത കവിയുടെ റിസാലത്ത് ഇല റജുലുൽ മാ എന്ന് പറയുന്ന ഖസീദയാണ്. അപ്പം നമുക്ക് എന്നത്തും പോലെ തന്നെ ഇദ്ദേഹം ആരാണ്, എങ്ങനെയാണ്, ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നിസാർ ഖുബാനി ഹുവ ഷാഇറുൻ സൂരിയുൻ ബാരിസുൻ വ ഡിപ്ലോമസി. അപ്പം ഇദ്ദേഹം നിസാർ ഖുബാനി ഹുവ ഷാഇറുൻ സൂരിയൻ, ഇദ്ദേഹം ഒരു സിറിയൻ കവിയാണ്. ബാരിസിൻ വ ഡിപ്ലോമസി, ഒരു ബാരിസിൻ എന്ന് പറഞ്ഞാൽ പ്രഗത്ഭനായ സിറിയൻ സാഹിത്യകാരനും അതേപോലെ തന്നെ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ ഡിപ്ലോമാറ്റിക് ആ ഒരു മേഖലയിലുള്ള ആളും കൂടെ ആയിരുന്നു. ഒലിദ നിസാർ തൗഫീഖ് ഖുബാനി ഫി ആം 1923 ഫി ദമഷ്ക്. ദമഷ്കിൽ ഇദ്ദേഹം 1923 ജനിക്കുന്നത്. ദമഷ്ക് എന്ന് പറയുന്നത് എവിടെയാണ്? സിറിയയിലാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ ഉസ്രത്ത് എന്ന് പറഞ്ഞാൽ തിളങ്ങി അല്ലെങ്കിൽ പ്രാവീണ്യം നേടിയ ഒരു ഉസ്രത്തായിരുന്നു. എന്തിലാണ്? ദാത്ത തക്കാലീദി, പിന്നെ സഖാഫിയത്തിൻ അദബിയ, അതായത് സാഹിത്യ സാംസ്കാരിക ആ ഒരു പാരമ്പര്യമുള്ള ഒരു കുടുംബമായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. ക്യാന വാലിദുഹു, ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് തൗഫീഖ് ഖുബാനി. അപ്പം നമ്മൾ നേരത്തെ നിസാർ തൗഫീഖ് ഖുബാനി എന്ന് പറഞ്ഞു. അപ്പോൾ തൗഫീഖ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ്. ഓക്കെ, അപ്പം കാന വാലിദുഹു തൗഫീഖ് ഖുബാനി ഷാഇറൻ അയലൻ, ഇദ്ദേഹം എന്താണ്? ഒരു കവിയാണ്. വഖദ് വറസ മിൻഹു മൗഹിബത്തുൽ അദബിയ, അതായത് ഇദ്ദേഹത്തിന്റെ ഉപ്പയുടെ അടുത്തുനിന്ന് എന്തായിട്ടുണ്ട്? ഇദ്ദേഹത്തിന് അനന്തരം ഒരു സാഹിത്യത്തിലുള്ള ഒരു സാഹിത്യ പ്രേരണ എന്നൊക്കെ പറയുമല്ലോ. അപ്പം ആ ഒരു പാരമ്പര്യം എന്തായിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജദ്ദുഹു, ഇദ്ദേഹത്തിന്റെ ജദ് എന്ന് പറയുന്നത്, അതായത് പിതൃവ്യൻ, അഹ്മദ് അബു ഖലീൽ ഖുബാനി എന്നാണ് ഇദ്ദേഹത്തിന്റെ ജദ്ദിന്റെ പേര്. ക്യാന ഫന്നാനൻ വ കാത്തിബൻ മസ്രഹിയൻ ഷഹീറൻ, ഇദ്ദേഹം ആരാണ്? ക്യാന ഫന്നാൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റാണ്. വ കാത്തിബൻ എഴുത്തുകാരനാണ്. മസ്രഹിയൻ അതേപോലെ ഈ ഡ്രാമാറ്റിക് അതിലും പ്രശസ്തനാണ്. ഇനി ഇദ്ദേഹത്തിന്റെ പഠന കാലഘട്ടമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. തലഖ നിസാർ ഖുബാനി തഅലീമുഹു ഫി മദ്രസത്തുൽ കുല്ലിയ അൽ അൽമിയ വൽ വത്വനിയ ഫി ദമഷ്ക്. അപ്പം ഇദ്ദേഹം പഠിക്കുന്നത് തലഖ നിസാർ ഖുബാനി തഅലീമുഹു, ഇദ്ദേഹത്തിന്റെ പഠനങ്ങളൊക്കെ ഇദ്ദേഹത്തിന് നേടുന്നത് എവിടെ നിന്നാണ്? മദ്രസത്തുൽ കുല്ലിയ, ഒരു ഗവൺമെന്റ് സ്കൂളാണ്. അൽ അൽമിയ അൽ വത്വനിയ ഫി ദമഷ്ക്. വ ഇസ്തമറ ഫി ദിറാസത്തിഹിൽ ജാമിഇയ ഫി കുല്ലിയത്തുൽ ഹുഖൂഖ് ഫി ജാമിഅത്തി ദമഷ്ക്. പിന്നെ ഇദ്ദേഹം എന്തായിട്ടുണ്ട്? ഇദ്ദേഹം തുടർന്നു ഫി ദിറാസത്തിഹി, അദ്ദേഹത്തിന്റെ പഠനം, അൽ ജാമിഇയ യൂണിവേഴ്സിറ്റി പഠനം, ഫി കുല്ലിയത്തുൽ ഹുഖൂഖ്, എവിടെയാണ്? കുല്ലിയത്തുൽ ഹുഖൂഖ് എന്ന് പറഞ്ഞാൽ ലോ കോളേജ്, അതെവിടെയാണ്? ഫി ജാമിഅത്ത് ദമഷ്ക്, പിന്നെ ഡമസ്കസ് യൂണിവേഴ്സിറ്റിയിലുള്ള ലോ കോളേജിലാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പഠനങ്ങൾ എന്താക്കിയത്? തുടർന്നത്. ബാദ തഹ്റുജിഹി, അവിടെ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഇല്ലമയിലെ സിലക്ക് ഡിപ്ലോമസി, ഇദ്ദേഹം ഡിപ്ലോമാറ്റിക്കിലേക്ക് എന്തായിട്ടുണ്ട്? ഇദ്ദേഹം ചേർന്നിട്ടുണ്ട്. ബിൽ ഇലാഫത്തി, അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ എന്തിലേക്കും? ലോകത്തിൽ അറബി ഭാഷ പഠിച്ചിട്ടുണ്ട്. കാന യുജയ്ദുൽ ലോകത്തുൽ ഫറൻസിയ വൽ ഇൻജിലീസിയ വ തഅല്ലമുൽ ലോകത്തുൽ ഇസ്ബാനിയ ലാഹിഖൻ. അപ്പം ഇദ്ദേഹം കാന യുജയ്ദ്, അദ്ദേഹം വളരെ പ്രാവീണ്യം നേടിയിട്ടുണ്ട് ലോകത്തിൽ ഫറൻസിയ ഫ്രഞ്ച് ഭാഷയിൽ, അതേപോലെ വൽ ഇൻജിലീസിയ ഇംഗ്ലീഷ് ഭാഷയിൽ, തഅല്ലമ ലോകത്തുൽ ഇസ്ബാനിയ സ്പെയിൻ ഭാഷയും ഇദ്ദേഹം എന്താക്കിയിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഇഷ്തഹറ നിസാർ ഖുബാനി ബിഷറിഹി റൊമാൻസി അല്ലദി ഇർത്തഖസ അല മൗലുൽ ഹബ്ബി വ വസ്ഫിൽ മർഅ. അപ്പം ഇദ്ദേഹം എന്താണ്? ഇഷ്തഹറ നിസാർ ഖുബാനി പ്രശസ്തനായിട്ടുണ്ട് ബിഷേർ റൊമാൻസി ഷേറിൽ, അല്ലതി ഇർത്തഖസ, അദ്ദേഹം കേന്ദ്രീകരിച്ചു, അല മൗലൂഇ, ഏത് വിഷയത്തിലാണ്? അൽ ഹബ്ബ്, സ്നേഹം, വ വസ്ഫിൽ മർഅ, സ്ത്രീകളെ വർണ്ണിക്കുന്നതിലും. നാല ലഖബ് ഷായറുൽ ഹബ്ബ് വൽ മർഅ, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എന്ത് പേര് കിട്ടി? ഷായറുൽ ഹബ്ബ് വൽ മർഅ എന്നുള്ള പേര് കിട്ടിയിട്ടുണ്ട്. ബിസബബി അസാറത്തി ഖസായിദഹി ഫി ഹദൽ മജൽ, എന്തുകൊണ്ടാണ്? ഇദ്ദേഹത്തിന്റെ ആ ഒരു മേഖലയിലുള്ള ഒരു ഖസായിദിൽ ഇദ്ദേഹത്തിന്റെ ആധിക്യം കാരണം. അബ്ബിറ ഫി ഷെയ്രിഹി, അദ്ദേഹത്തിന്റെ കവിതയിൽ അബ്ബിറ അൻ ജുർഅത്തിഹി അൻ തമയീസിൽ
ജിൻസി വക്കാന യത്തഹദ്സു മിൻ മന്നൂറിൽ മറ. അപ്പം ഇദ്ദേഹം അതിൽ പ്രത്യേകമായിട്ട് എന്തായിട്ടുണ്ട്, ഇദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത് പിന്നൊരു തൻ്റെ ഒരു ഇതിലുള്ള പിന്നെ ഒരു മറത്തിൻ്റെ സ്ത്രീകളുടെ എന്താണ് സംഭവ വികാസങ്ങളൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ ദാഫിൻ അല ഹൊക്കോക്കിഹ ഫിൽ ഇജ്തിമാഇയ്യ, പിന്നെ ഈ സമൂഹത്തിൽ അവർക്കുണ്ടാവുന്ന പിന്നെ എന്താ പറയുക അവകാശങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഓരോ അവകാശ തടസ്സങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇദ്ദേഹം എന്തായിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. നഷറ അവ്വൽ മുജല്ലദീൻ ഷിഅറുൻ ലഹു ഫി ആം 1984. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഷിറിലുള്ള മുജല്ലദ് പ്രശസ്തമാവുന്നത്, അത് പബ്ലിഷ് ചെയ്യുന്നത് 1984. വലഖൈതു ഖസായിദുഹു ഇന്തിഷാറൻ വാസിഅൻ ഫിൽ ആലമിൽ അറബി. ഇദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ എന്തായിട്ടുണ്ട്, വളരെയധികം വ്യാപിച്ചിട്ടുണ്ട്. ഏതില്? ഫിൽ ആലമുൽ അറബി, അറബി ലോകത്ത്. അൽഹമ്മത്ത് ഖസായിദ് നിസാർ ഖബ്ബാനി അൽ അദീദ് മിനൽ ഫന്നാനിൽ അറബ്. അതേപോലെ തന്നെ എന്തായിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഖസായിദുകൾ അറബി ആർട്ടിസ്റ്റുകളൊക്കെ എന്തായിട്ടുണ്ട്, വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വഗന്നു ലഹു അമാലുഹു ബിമാ ദാലിക ഫി അബ്ദുൽ ഹലീം ഹാഫിൽ ഉമ്മു കുൽസും വ ഫായിസ അഹമ്മദ് വ മുഹമ്മദ് അബ്ദുഹു വ തിലാൽ മദാഹ് വ അസ്വാല വ മാജിദ റൂമി വ കാലിം സാഹിർ. അതായത് ഇദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ പിന്നെ എന്താണ് അമാലുകളിലൊക്കെ സ്വാധീനിച്ചിട്ടുള്ള ആൾക്കാരുടെ പേരുകളാണ് അബ്ദുൽ ഹലീം ഹാഫിൽ, ഉമ്മു കുൽസൂം, ഫായിസ അഹമ്മദ്, അങ്ങനെ തുടങ്ങി മുഹമ്മദ് അബ്ദുഹ തുടങ്ങിയ ആൾക്കാരുടേത്. പിന്നെ മിൻ ബൈന ദവാബിന് നിസാർ ഖബ്ബാനി ഷെയ്രിയൽ മറൂഫ. അദ്ദേഹത്തിൻ്റെ ദവാവിനുകൾ, അതായത് ദീവാനുകൾ, അറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തമായ ദീവാനുകളാണ്. ഒന്ന് കാലത്തിലെ സമ്രാ വ തുഫൂലത്ത് നെഹ്ദ് സാംബ അൻതലി ഖസായിദ് ഹബീബ്തി അറസ്മു ബിൽ കലിമാത്ത് മിഅത്ത് റിസാലത്ത് ഹുബ് കുല്ലു ആമിൻ അൻതുന ഹബീബ്തി വ അഷ്ഹദു അല്ലാ ഇമ്രഅത്തിൻ ഇല്ല അൻത. ഇങ്ങനെ തുടങ്ങിയ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കുറേ ദീവാനുകളും ഉണ്ട്. അപ്പം ഇത്രയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഷോർട്ടായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്.